പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച സെക്കുലർ സാറ്റർഡേ പരിശോധിക്കുന്നത് 3 ആഴ്ച പിന്നിടുന്ന ഇറാനെതിരായ ഇസ്രയേലും US ആരംഭിച്ചിരിക്കുന്ന യുദ്ധം പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുണ്ടാക്കിയിരിക്കുന്ന സംഘർഷങ്ങളെയും ചോര ചൊരിയുന്ന യാഥാർത്ഥ്യങ്ങളെയും അത് ലോകത്താകെ സൃഷ്ടിച്ചിരിക്കുന്ന ആശങ്കകളെയും അരക്ഷിതത്വത്തെയും സംബന്ധിച്ചാണ്. ലോകത്തിൻ്റെ അമേരിക്കാവൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ആണ് അമേരിക്ക ഇറാനെതിരായി സയനിസ്റ്റ് ഭീകരരാഷ്ട്രമായ ഇസ്രയേലിനെ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ആരംഭിച്ചത്. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പശ്ചിമേഷ്യൻ മേഖലയെ തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരിക, പലസ്തീനികളെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന ഗസയിലെ വംശീയ ഉന്മൂലന ലക്ഷ്യത്തോടെയുള്ള യുദ്ധം തുടരുമ്പോൾ തന്നെയാണ് ഇറാന് നേരെ അമേരിക്കയുടെ ശിങ്കിടി രാജ്യം, പശ്ചിമേഷ്യയിലെ ഒരു ഔട്ട് പോസ്റ്റായ രാഷ്ട്രമായ ഇസ്രയേലിനെ കൊണ്ട് ആക്രമിപ്പിച്ചത്. 2026 ഫെബ്രുവരി 28 ഇസ്രയേൽ സേന ഇറാനിലെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാലയത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത്. 165 കുഞ്ഞുങ്ങളാണ്, പിഞ്ചുമക്കളാണ് ആ മിസൈൽ ആക്രമണത്തിൽ മരണപ്പെട്ടു പോയത്. നിഷ്ഠൂരമായി കൊല ചെയ്യുകയാണ് ഈ കുഞ്ഞുങ്ങളെ. അതിലും എത്രയോ കുട്ടികൾക്ക് മാരകമായ പരിക്കേറ്റു. വെനിസ്വല എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റ് സഖാവ് നിക്കോളാസ് മഡുറോയെ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യാവകാശങ്ങൾക്ക് വിരുദ്ധമായി വെനിസ്വലയുടെ തലസ്ഥാന നഗരമായ കാരക്കസിൽ കടന്നു കയറി അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയ ആ ദിനം കഴിഞ്ഞ് 57-ാം നാളിലാണ് പശ്ചിമേഷ്യയിലെ ശക്തമായ രാഷ്ട്രമായ ഇറാന് നേരെ ഏകപക്ഷീയമായ വ്യോമാക്രമണം ഇസ്രയേലിനെ കൊണ്ട് അമേരിക്ക നടത്തിച്ചത്. അമേരിക്കയുടെ ലോകാധിപത്യ ശ്രമങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാത്ത ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ സർക്കാരിനെ മാറ്റണം. 3 ദിവസങ്ങൾക്കകം ആ ഭരണം അവസാനിപ്പിക്കണം. തങ്ങളുടെ ഇംഗിതങ്ങൾക്ക്, അഭീഷ്ടങ്ങൾക്കനുസൃതമായ ഒരു പാപ ഭരണകൂടത്തെ ഇറാനിൽ അധികാരത്തിൽ കൊണ്ടുവരണം. ഈ ഒരു ലക്ഷ്യത്തോടെയാണ് ഇസ്രയേലിനെ കൊണ്ട് അമേരിക്ക യുദ്ധം തുടങ്ങിവെച്ചത്. അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ഇറാൻ ശക്തമായ പ്രത്യാക്രമണമാണ് ആരംഭിച്ചത്. ഇസ്രയേലിനും അമേരിക്കക്കും വലിയ ഭീഷണിയായത്, പ്രത്യേകിച്ച് ഇസ്രയേലിൻ്റെ ഈ ആക്രമണം, അതിൽ പ്രകോപിതരായ ഇറാൻ അമേരിക്കയുടെ അറബ് നാടുകളിലെ എല്ലാ സൈനിക താവളങ്ങളും, നാവിക താവളങ്ങളും, അതേപോലെ തന്നെ വ്യോമത്താവളങ്ങളും എല്ലാം ആക്രമിച്ചു. അങ്ങനെ പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിൽ തീവ്രമായി. അതാണ് അവിടെ നിന്നൊക്കെ വരുന്ന എല്ലാ റിപ്പോർട്ടുകളും കാണിക്കുന്നത്. എല്ലാവിധ അന്താരാഷ്ട്ര തത്വങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രയേൽ അമേരിക്കയുടെ പിന്തുണയോടെ ഇറാനെ കടന്നാക്രമിച്ചു. തുടർച്ചയായ മിസൈൽ ആക്രമണത്തിലൂടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കാനാണ് ഇസ്രയേൽ ലക്ഷ്യം വെച്ചത്. അതിനുവേണ്ടി ടെഹ്റാനിലെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയുടെ താമസ സ്ഥലത്തേക്ക് അവർ വ്യോമാക്രമണം നടത്തി. അലി ഖൊമേനിയെയും കുടുംബാംഗങ്ങളെയും വധിച്ചു. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് കടന്നു കയറുക, അവിടെ കൂട്ടക്കൊലകൾ നടത്തുക, ആ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവിനെ വധിക്കുക, ഇതൊക്കെ ഏത് നിയമമനുസരിച്ചാണ്? അന്താരാഷ്ട്ര തലത്തിൽ അംഗീകൃതമായ എല്ലാ തത്വങ്ങളെയും വെല്ലുവിളിക്കുകയാണ് അമേരിക്ക ചെയ്തത്. എന്തുകൊണ്ടാണത്? തങ്ങളുടെ ഇച്ഛക്ക് വഴങ്ങിത്തരാത്ത, തങ്ങൾ അനഭിമതരായി കാണുന്ന മധ്യപൂർവ്വ ദേശത്തെ
എല്ലാ രാജ്യങ്ങളെയും തകർക്കുക എന്ന സാമ്രാജ്യത്വ താൽപ്പര്യമാണ് ഈ ആക്രമണത്തിന് പിറകിൽ പ്രവർത്തിക്കുന്നത്. ഇറാനെ, അവിടുത്തെ ഭരണ സംവിധാനത്തെ അസ്ഥിരീകരിക്കുക, ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ബാൾക്കനൈസ് ചെയ്യുക, ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രയേൽ ഇറാനെതിരായിട്ടുള്ള ആക്രമണം ആരംഭിച്ചത്. അതിനെന്താണ് ന്യായീകരണം പറഞ്ഞത്? ഇറാൻ്റെ ആണവ നിലയങ്ങളിൽ, ഭൂഗർഭ നിലയങ്ങളിൽ അവിടെ യുറേനിയം സമ്പുഷ്ടീകരണം നടക്കുന്നുണ്ട്. അതൊക്കെ മനുഷ്യനാശകാരികളായ ആണവായുധങ്ങളുടെ നിർമ്മാണത്തിനാണ് എന്ന വ്യാജ പ്രചരണം ലോകത്ത് നടത്തിക്കൊണ്ടാണ് അമേരിക്ക എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ ചാരസംഘടനയും ഒക്കെ തന്നെ എത്രയോ കാലമായി ഇറാനെതിരായിട്ട് ഈ പ്രചരണം നടത്തുകയാണ്. അതേപോലെ തന്നെ അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ ആശയങ്ങൾ പിൻപറ്റുന്ന ചിന്താകേന്ദ്രങ്ങൾ, ഇവരെല്ലാം തന്നെ വലിയ പ്രചരണമാണ് നടത്തുന്നത്. ഇപ്പോൾ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പോലുള്ള അമേരിക്കയിലെ തീവ്ര വലതുപക്ഷ ബുദ്ധിജീവികളുടെ ഒരു ചിന്താകേന്ദ്രം, അവർ പ്രൊജക്റ്റ് 2025 എന്ന പേരിൽ 2025 തന്നെ ഇറാനെ സമ്പൂർണ്ണമായി തകർക്കാനുള്ളൊരു പ്രൊജക്റ്റ്, മധ്യപൂർവ്വദേശത്തെ അമേരിക്കൻ അധിനിവേശത്തിന്, സാമ്രാജ്യത്വ മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾക്ക്, എണ്ണയും പ്രകൃതി വിഭവങ്ങളും കൈയടക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഇറാനാണ്. ആ ഇറാനെ അസ്ഥിരീകരിക്കാതെ, തകർക്കാതെ മധ്യപൂർവ്വദേശത്തെ തങ്ങളുടെ ലക്ഷ്യം, പ്രത്യേകിച്ച് പലസ്തീൻ ഭൂപ്രദേശങ്ങൾ, വെസ്റ്റ് ബാങ്കും ഗസയും കൂടെ കീഴടക്കി ഇസ്രയേൽ, മഹാ ഇസ്രയേൽ എന്ന സങ്കല്പം സാക്ഷാത്കരിക്കാൻ കഴിയില്ലെന്നാണ് അമേരിക്കയിലെ ജൂയിഷ് സൊസൈറ്റിയും അതേപോലെ തന്നെ ഇസ്രയേലിലെ സയനിസ്റ്റ് ഭരണകൂടം, നെതന്യാഹുവിൻ്റെ ലിക്കുഡ് പാർട്ടിയുടെ ഭരണകൂടവും ഒക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഏകപക്ഷീയമായ, എല്ലാവിധത്തിലുമുള്ള അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമായ ആക്രമണം നടത്തിയത്. എന്നാൽ ഇറാനിൽ, അവിടുത്തെ ആണവ നിലയങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരണം, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഒമാൻ്റെ വിദേശകാര്യമന്ത്രി അമേരിക്കയുടെ താല്പര്യമനുസരിച്ച് കൊണ്ടുകൂടിയാണ് അദ്ദേഹം ഇറാനിൽ ന്യൂക്ലിയർ ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള, ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാനുള്ള സാങ്കേതിക ന്യൂക്ലിയർ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചത്. ഇറാനിലെ എല്ലാ ആണവ നിലയങ്ങളുടെയും പദ്ധതികളുടെയും വിദഗ്ധന്മാരുമായി അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 28 തലേ ദിവസം, ഫെബ്രുവരി 27 ഒമാൻ്റെ വിദേശകാര്യമന്ത്രി അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുന്നത് ഇറാനിൽ അവരുടെ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ആണവ പരീക്ഷണം, ന്യൂക്ലിയർ വെപ്പൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒന്നും തന്നെ നടക്കുന്നില്ല. ഈ കാര്യത്തിൽ ഏതൊരു അന്താരാഷ്ട്ര ഏജൻസിയുടെയും പരിശോധനയ്ക്ക് അവരുടെ ആണവ നിലയങ്ങൾ തുറന്നു തരാൻ അവർ തയ്യാറാണെന്നാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മധ്യസ്ഥ ശ്രമത്തെ പോലും അട്ടിമറിക്കുന്ന തരത്തിലാണ് അമേരിക്ക തിടുക്കപ്പെട്ട് ഇസ്രയേലിനെ കൊണ്ട് ഫെബ്രുവരി 28 ഇറാൻ എന്ന് പറയുന്ന പരമാധികാര രാജ്യത്തെ ആക്രമിച്ചത്. ഇറാനെ ആക്രമിച്ച് പശ്ചിമേഷ്യയാകെ ചോരക്കളമാക്കുന്ന യുദ്ധമാണ് അവർ ആരംഭിച്ചത്. ഇറാന് നേരെയുള്ള ഏകപക്ഷീയമായ കടന്നാക്രമണം, പശ്ചിമേഷ്യയിലെ എണ്ണ വിഭവങ്ങൾ, പ്രകൃതിവാതകം, അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ വാണിജ്യപാതകൾ, ചരക്ക് കടത്ത് വഴികൾ, ഇതെല്ലാം തന്നെ തങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരാൻ, തങ്ങളുടെ അധിനിവേശത്തിൽ കൊണ്ടുവരാനുള്ള അമേരിക്ക എന്ന് പറയുന്ന ഇന്നത്തെ ലോക സാമ്രാജ്യത്വത്തിൻ്റെ അതിനായക സ്ഥാനത്തിരിക്കുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ അധിനിവേശ താല്പര്യങ്ങളിൽ നിന്നാണ്, അധിനിവേശ അഭിവാഞ്ചയിൽ നിന്നാണ് ഈ യുദ്ധമുണ്ടായിരിക്കുന്നത്. വ്യാജ പ്രചരണങ്ങൾ, ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നു എന്ന നട്ടാൽ മുണക്കാത്ത നുണ ലോകത്തോട് പറഞ്ഞ് ഒരു പരമോന്നത രാജ്യത്തെ ആക്രമിക്കുക, അവിടുത്തെ ജനങ്ങളെ ബോംബാക്രമണങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും അടിച്ച് കൂട്ടക്കൊല ചെയ്യുക, ആ രാജ്യത്തിൻ്റെ പരമാധികാരിയെ തന്നെ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ തന്നെ വധിക്കുക, ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ യുദ്ധം പശ്ചിമേഷ്യയാകെ സംഘർഷത്തിലും അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലും ആഴ്ത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യക്ക് പുറത്ത് ഇതര ജനസമൂഹങ്ങൾ, പ്രത്യേകിച്ച് ലോകത്തിലെ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഈ ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ, പശ്ചിമേഷ്യൻ യുദ്ധം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 90 ലക്ഷത്തോളം ആളുകൾ
ഇന്ത്യക്കാർ പ്രവാസികളായിട്ട് പശ്ചിമേഷ്യൻ മേഖലയിലുണ്ട്. അതിൽ 20-25 ലക്ഷത്തോളം വരുന്ന ആളുകൾ മലയാളികളാണ്. അറബ് നാടുകളിലെ, അത് ഖത്തറിലാവട്ടെ, അത് സൗദിയിലാവട്ടെ, അത് UAE-യിലാവട്ടെ, എവിടെ ഒരു ബോംബ് വീണാലും ഓരോ മലയാളി കുടുംബത്തിൻ്റെയും നെഞ്ചിലാണ് ഇടിപ്പ് കൂടുന്നത്. നമ്മുടെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്രയധികം മലയാളികൾ, നമ്മുടെ ഉറ്റവർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് പശ്ചിമേഷ്യ എന്ന് പറയുന്നത്. പെൻറ്റഗൺ വാർ കോളേജിൻ്റെയും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും CIA-യുടെയും ഒക്കെ തന്നെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ ഇസ്രയേലിനെതിരായിട്ട് ടെൽ അവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടർച്ചയായ അതിവേഗ മിസൈലുകൾ, പോർ മിസൈലുകൾ ഉപയോഗിക്കുന്നത്. വലിയ രീതിയിലുള്ള അപ്രതീക്ഷിതമായ സൈനികാക്രമണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചാരപ്രതിരോധ സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന സയനിസ്റ്റ് രാഷ്ട്രമായ ഇസ്രയേലിനെതിരായിട്ട് ഇറാൻ തൊടുത്തുവിട്ടത്. സയനിസ്റ്റുകളുടെ പശ്ചിമേഷ്യൻ അജണ്ടക്ക്, അതിമോഹങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകുകയാണ്. ഇറാൻ എന്ന് പറയുന്ന ചരിത്ര പ്രസിദ്ധമായ രാഷ്ട്രം, ആ രാഷ്ട്രത്തിലെ ജനങ്ങൾ തെരുവുകളിൽ ഇറങ്ങിക്കൊണ്ട് ഇസ്രയേലിൻ്റെ സൈനിസത്തിൻ്റെ, അവർക്ക് പിറകിൽ കളിക്കുന്ന ട്രംപിൻ്റെ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് അവസാനത്തെ ഇറാനിയും ജീവിച്ചിരിക്കുന്നതുവരെ പോരാടുമെന്ന് പറയുകയാണ്. ഇപ്പോൾ ലോകത്ത് എണ്ണയും പാചകവാതവും ഒക്കെ ലഭ്യമല്ലാത്ത വലിയ ദുർഭിക്ഷതയുടെ, ക്ഷാമത്തിൻ്റെ ഒരു കെടുതിയിലേക്ക് ലോകമെത്തിയിരിക്കുക. എന്താ കാര്യം? ഹോർമുസ് കടലിൽ കൂടെയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന കപ്പലുകൾ കടന്നു പോകുന്നത്. ക്രൂഡ് ഓയിലാവട്ടെ, പ്രകൃതിവാതകവുമാകട്ടെ, ഇവയൊക്കെ തന്നെ പ്രധാനമായിട്ടും കടന്നു പോകുന്ന അതിൻ്റെ സഞ്ചാരപാത, വാണിജ്യപാത എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കാണ്. ഹോർമുസ് കടലിലേക്ക് സംഘർഷഭരിതമാവുകയും ഇറാൻ അവിടെ ഉപരോധ സമാനമായ സമീപനം സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അമേരിക്കൻ അനുകൂലമായ രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകൾക്ക് അതിലെ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കുന്നു. അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പെട്രോളിയം ക്ഷാമം, ഗ്യാസ് ക്ഷാമം ഒക്കെ സൃഷ്ടിച്ചിരിക്കുക. യുദ്ധം തുടങ്ങുമ്പോൾ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് ലോക വിപണിയിൽ $60 മാത്രമാണ് ഉണ്ടായിരുന്നത്. യുദ്ധം തുടങ്ങി 4 ദിവസം കഴിയുമ്പോഴേക്കും ഒരു വിപ്പ ക്രൂഡ് ഓയിലിൻ്റെ മുകളിൽ $101 വർധനവുണ്ടായി. $101 വർധനവുണ്ടായി. $60 നിന്ന് ഒരു ബാരൽ ക്രൂഡ് ഓയിൽ $101 ഉയർന്നു. ഈ വർധനവ് എണ്ണയുടെ, പെട്രോളിൻ്റെ, ഡീസലിൻ്റെ വിലയിൽ ലോകത്താകമാനമുള്ള ജനങ്ങൾ നേരിടുകയാണ്. എണ്ണ വിലക്കയറ്റം, ഇന്ധന വില വർധനവ് ലോകത്തെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കൂട്ടും. അങ്ങനെ വിലക്കയറ്റത്തിൻ്റെ വലിയ കെടുതികളിലേക്ക്, വലിയ ദുരിതങ്ങളിലേക്ക് ലോകത്താകെയുള്ള ജനങ്ങൾ വലിച്ചെറിയപ്പെടുകയാണ്. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിശാല ഭൂപ്രദേശങ്ങളിലെ ജനങ്ങൾ അടുക്കളകൾ പാചകവാതകം ലഭ്യമല്ലാതെ പൂട്ടിയിടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇന്ധന പ്രതിസന്ധി ഭക്ഷണ പ്രതിസന്ധിയിലേക്ക് മനുഷ്യ സമൂഹത്തെ എത്തിക്കുകയാണ്. ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോളേജുകൾ പൂട്ടിപ്പോകുന്നു, വിദ്യാലയങ്ങൾ പൂട്ടിപ്പോകുന്നു, പ്രീ പ്രൈമറി സ്കൂളുകൾ പൂട്ടിപ്പോകുന്നു. 1 ലക്ഷത്തോളം വരുന്ന റെസ്റ്റോറൻറ്റുകളുള്ള സംസ്ഥാനമാണ് കേരളം. ഹോട്ടൽ ശൃംഖലകൾ, ഇന്ധനക്ഷാമം, പ്രത്യേകിച്ച് പാചകവാതകക്ഷാമം രൂക്ഷമായതോടുകൂടി പല ഹോട്ടലുകളും പൂട്ടിയിടാൻ പോവുകയാണ്. പശ്ചിമേഷ്യയിൽ ആരംഭിച്ച യുദ്ധം, ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച യുദ്ധം ലോകത്താകെയുള്ള മനുഷ്യരുടെ അടുക്കളകളിലേക്ക്, തീന്മേശകളിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിനാരാണ് ഉത്തരം പറയേണ്ടത്? ഇവിടുത്തെ സംഘികൾ, കൃസംഘികൾ ഒക്കെ ഈ ജനാധിപത്യവാദികളായ സാമ്രാജ്യത്വ വിരുദ്ധരായിട്ടുള്ള ആളുകളോട് നിരന്തരമായി പറഞ്ഞ എന്താണ്? നിങ്ങൾ എന്തിനാണ് ഇറാനിലെ കാര്യത്തിൽ ഇടപെടുന്നത്? നിങ്ങൾ എന്തിനാണ് പലസ്തീനിലെ കാര്യത്തിൽ ഇടപെടുന്നത്? നിങ്ങൾ എന്തിനാണ് പശ്ചിമേഷ്യൻ പ്രശ്നത്തിൽ ഇടപെടുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയാണോ അഭിപ്രായം പറയേണ്ടത്? ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചല്ലേ? അങ്ങനെ പറഞ്ഞ ആളുകളുടെ അടുക്കളകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഗ്യാസ് കിട്ടാത്ത അവസ്ഥയാണ്. അങ്ങനെ പറഞ്ഞിരുന്ന മാന്യന്മാരുടെ തീന്മേശകളിൽ പാചകം ചെയ്ത ഭക്ഷണം എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ കേരളത്തിലെ മധ്യവർഗ കുടുംബങ്ങളിൽ പോലും വന്നുപെട്ടിരിക്കുന്നത്.
ഈ ഒരു പ്രതിസന്ധി ലോകത്തെ ആകെ യുദ്ധം പ്രതിസന്ധിയിലെത്തിച്ചിരിക്കുകയാണ്. മഹാനായ മാവോ പറഞ്ഞിട്ടുണ്ട്, യുദ്ധമെന്നത് ചോര ചെരിയുന്ന രാഷ്ട്രീയമാണ്. യുദ്ധത്തിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കണം. മനുഷ്യരാശിയിൽ ഒരു വിഭാഗം ആധിപത്യവർഗങ്ങൾ, അധീശത്വ ശക്തികൾ തങ്ങളുടെ മേധാവിത്വം ലോകമെമ്പാടുമുള്ള ജനസമൂഹങ്ങൾക്ക് അവകാശപ്പെട്ട, രാഷ്ട്രങ്ങൾക്ക് അവകാശപ്പെട്ട വിഭവങ്ങൾക്കു സമ്പത്തിനു മുകളിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ആക്രമണത്തെയാണ് നാം യുദ്ധമെന്ന് പറയുന്നത്. യുദ്ധം ചോര ചിന്തി വിഭവങ്ങളും സമ്പത്തും കൈയടക്കുന്ന സാമ്രാജ്യത്വ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അരാഷ്ട്രീയതയുടെ സാസ്ഥ്യമായ പകലുറക്കങ്ങളിലേക്ക് ആർക്കും പോകാനാവാത്ത വിധത്തിൽ യുദ്ധം പശ്ചിമേഷ്യയിലെ ചോരയൊലിക്കുന്ന നഗരങ്ങളിൽ നിന്ന്, ടെഹ്റാനിലെയും ടെലവീവിലെയും ബോംബാക്രമണങ്ങളിൽ നിന്ന് നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ അടുക്കളകളിലേക്ക്, നമ്മുടെ തീന്മേശകളിലേക്ക് വരികയാണ്. കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സന്ദർഭത്തിലാണ് യുദ്ധം സൃഷ്ടിച്ച വിലക്കയറ്റത്തിൻ്റെയും പാചകവാതക ക്ഷാമത്തിൻ്റെയും ഒക്കെ കെടുതികളിലേക്ക് നമ്മൾ പോകുന്നത്. യുദ്ധത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇടതുപക്ഷം അത് വിട്ടുവീഴ്ചയില്ലാതെ എടുക്കുന്ന സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. ചോരയൊഴുകുന്ന, ചോര ചിന്തുന്ന രാഷ്ട്രീയമാണ് യുദ്ധമെന്നും, യുദ്ധം ലോകത്തെ കീഴടക്കാനും വിഭവങ്ങളും സമ്പത്തും കൈയടക്കാനുള്ള സാമ്രാജ്യത്വ മൂലധന ശക്തികളുടെ രാഷ്ട്രീയമാണെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്.